ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വഴിയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി, ഒരു നല്ല ദിവസത്തിൻ്റെ തുടക്കം. 25-ാം തീയതി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. നമ്മൾ സാധാരണയായി പാടുന്ന ഒരു പല്ലവിയുണ്ട്: ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ പിറക്കണം. 25-ാം തീയതിയിലേക്ക് അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പല്ലവി പാടുന്നു. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ: 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടെന്ത് പ്രയോജനം? ഇതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ വർഷാവർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതുവരെയും ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യത്തെ നമുക്ക് അധികമങ്ങ് തിരിച്ചറിയാനോ അനുഭവിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. വാസ്തവത്തിൽ ക്രിസ്തു ഉള്ളിൽ പിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: നിശ്ചയമായിട്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആത്മാവിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായി തീരണമെങ്കിൽ അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ: വചനം നമ്മുടെ ഉള്ളിൽ നിറയണം. വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ അഭിഷേകം പ്രാപിക്കണം. എത്രയധികം വചനം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുന്നുവോ അതിനനുസരിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ ഘനം നമ്മുടെ അകത്ത് വർദ്ധിക്കും, നമ്മുടെ മേലുള്ള അഭിഷേകം വർദ്ധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക: ഞാൻ സുവിശേഷം പറയുന്നില്ലെങ്കിൽ, പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ ഉള്ളിലില്ലാതെ നമുക്ക് എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും? ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അത് ഏറ്റുപറയാൻ നമുക്ക് ഒരു പക്ഷേ പറ്റിയെന്ന് വരും. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ പറയുന്ന സുവിശേഷം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമായി തീരണമെങ്കിൽ അതിന് നമ്മുടെ അകത്ത് സുവിശേഷം യേശുക്രിസ്തു വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്നിട്ട് തുടർന്ന് പൗലോസ് പറയുകയാണ്: ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടുന്നില്ലെങ്കിൽ, ആ ക്രിസ്തുവിനെ ഞാൻ പങ്കുവെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ സുവിശേഷം പറഞ്ഞാലോ? അപ്പോൾ എന്താ സംഭവിക്കുക? സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഭിവൃദ്ധി, എനിക്ക് ഉയർച്ച, എനിക്ക് നന്മകൾ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സുവിശേഷം ഒന്ന് പങ്കുവെച്ച് നോക്കിക്കേ. നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന വചനം നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒരു 4 പേരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ വ്യത്യാസങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്കുറപ്പോടെ പറയാൻ പറ്റും, ഞാൻ ഈ സുവിശേഷം എൻ്റെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ, ഈ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന ഗുണപരമായ മാറ്റങ്ങൾ, വളരെ വളരെ ചള്ള സ്വഭാവമായിരുന്നു എൻ്റെ സ്വഭാവം. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടൊന്ന് ശരിയായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. കുറവുകളൊക്കെ ഒത്തിരിയുണ്ട്. എങ്കിലും ഒത്തിരിയേറെ നന്മകൾ എൻ്റെ ഉള്ളിൽ വരുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്തുവാൻ ഈ തിരുവചനത്തിന് കഴിഞ്ഞു എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് മുതൽ, ഈ ഡിസംബർ മാസം 1-ാം തീയതി മുതൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ എല്ലാവർക്കുമായിട്ട് തുറന്നിടുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വചനം സ്വീകരിക്കണം.
നിങ്ങൾക്ക് ബോധ്യമാകുന്ന അനുഭവമാകുന്ന വചനം നിങ്ങൾ അനേകരോട് പങ്കുവയ്ക്കണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അത് ഒരു വീഡിയോ മെസ്സേജായിട്ടോ, അല്ലെങ്കിൽ ഒരു ഓഡിയോ മെസ്സേജായിട്ടോ, ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ടോ, അതല്ലെങ്കിൽ മനോഹരമായ ഒരു പാട്ടായിട്ടോ, ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരായിത്തീരണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.